ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഇന്നലെയുണ്ടായ അതിക്രൂരമായ ഭീകരാക്രമണം സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയേക്കുമെന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കോടികളാണ് ബഹുരാഷ്ട്ര കമ്പനികളടക്കം കാശ്മീരിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. മലയാള വ്യവസായി MA യൂസഫ് അലി മുതൽ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് വരെ ഇത്തരത്തിൽ വലിയ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിച്ചിരുന്നു. മുൻപ് ഭീകരാക്രമണങ്ങൾ പതിവായിരുന്ന കാശ്മീരിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഏറെക്കുറെ ശാന്തമായ കാലാവസ്ഥയായിരുന്നു. കൂടുതൽ നിക്ഷേപകരും വിനോദസഞ്ചാരികളും ഇവിടേക്ക് വരാൻ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകിയതോടെ കാശ്മീർ വീണ്ടും സാമ്പത്തികമായി മുന്നിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നടന്ന ഭീകരാക്രമണം വികസന രംഗത്ത് തിരിച്ചടി സൃഷ്ടിക്കുമോ എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. 2022 ലുലു ഗ്രൂപ്പ് കാശ്മീരിലെ 200 കോടിയുടെ നിക്ഷേപ കരാറിൽ ഒപ്പിട്ടത്. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റും ലോജിസ്റ്റിക് ഹബ്ബും തുടങ്ങാനായിരുന്നു കരാർ. ഇതിനായുള്ള നീക്കങ്ങളും കമ്പനി വേഗത്തിലാക്കിയിരുന്നു. പ്രദേശവാസികൾക്ക് കൂടുതൽ മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായതാണ് പദ്ധതി. കാശ്മീരിൽ കൂടുതൽ നിക്ഷേപത്തിന് ലുലു ഗ്രൂപ്പ് സന്നദ്ധരാണെന്ന് കരാർ ഒപ്പിടുന്ന വേളയിൽ MA യൂസഫ് അലി വ്യക്തമാക്കിയിരുന്നു. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ സമഗ്രമായ പ്രൊജക്ട് ആയിരുന്നു ലുലു ഗ്രൂപ്പിന്റെ ലക്ഷ്യം. 2019 ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ശേഷം 1.63 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം സംസ്ഥാനത്തിന് ലഭിച്ചതായി ജമ്മു കാശ്മീർ വ്യവസായ വാണിജ്യ മന്ത്രി സുരേന്ദ്ര ചൗധരി വ്യക്തമാക്കിയിരുന്നു. ഇതിൽ 10,516 കോടി രൂപയുടെ പദ്ധതികൾ താഴ്വരയിൽ തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതിൽ 3,407 കോടി രൂപ കാശ്മീരിലും 7,108 കോടി രൂപ ജമ്മു മേഖലയിലുമായിരുന്നു നിക്ഷേപമായി എത്തിയത്. കാശ്മീരിലെ തീവ്രവാദി ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ രാജ്യം ഒരുങ്ങുകയാണ്. പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെയും സൈന്യത്തെയും പിൻവലിക്കുന്നുവെന്ന തരത്തിൽ അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ താവളമാക്കിയ ഭീകരവാദ ഗ്രൂപ്പുകളാണെന്ന് വ്യക്തമായതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷം വർദ്ധിക്കാനിടയുണ്ട്. ഇത് ഓഹരി വിപണിയിലടക്കം പ്രതിഫലിച്ചേക്കും.